ട്രോളിംഗ് നിരോധന കാലമാണെങ്കിലും നീലേശ്വരം തൈക്കടപ്പുറത്തെ രാജുവിനും വേണുവിനും ഇപ്പോഴും വിശ്രമമില്ല. 51 വർഷക്കാലമായി മത്സ്യബന്ധന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോവുകയാണ് ഈ സഹോദരങ്ങൾ. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad, also at Kannur, Irati and Pattambi. 1977 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് അച്ചാന്തുരുത്തി സ്വദേശിയായ രാജൻ തൈക്കടപ്പുറം ഹാർബറിന് സമീപം എറണാകുളം സ്വദേശികൾ നടത്തി വന്നിരുന്ന ഗ്യാരേജിൽ ജോലി തേടിയെത്തിയത്. അന്ന് ബോട്ടിൻ്റെയും തോണിയുടെയും അറ്റകുറ്റപ്പണികൾക്കുള്ള ഷീറ്റുകളും ബോർഡുകളും ഇപ്പോൾ കിട്ടുന്നതുപോലെ റെഡിമെയ്ഡായി കിട്ടുന്ന കാലമല്ലായിരുന്നു. ആ കാലത്ത് ഷീറ്റുകൾ ഉളിയും മുട്ടിയും ഉപയോഗിച്ച് ആവശ്യത്തിനനുസരിച്ച് ആകൃതിയുണ്ടാക്കിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ പഠിക്കാൻ വന്നതാണ്. ഇവിടെ സെക്ഷൻ എറണാകുളത്തെ ടീമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ ഞാനിവിടെ പഠിക്കാൻ നിന്നു. അപ്പോൾ അവിടെ ഈ സമയത്ത് ബോട്ടിൻ്റെ വർക്കാണ് കൂടുതൽ, വേറെ വർക്കൊന്നും ഇല്ല. അപ്പോൾ ബോട്ട് ആ സമയത്ത് ബോട്ട് എത്തുന്നില്ല, 3-4 ബോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇതിൽ ലൈറ്റ് വർക്ക്, വെൽഡിങ്ങിൻ്റെ വർക്ക്, പിന്നെ ബ്ലാക്ക് സിറ്റി കൊല്ലപ്പണി, ഇതെല്ലാം ആ സമയത്തെല്ലാം ഇപ്പോഴത്തെ മാതിരി കട്ടിങ് മെഷീൻ വന്നില്ല. അന്നെല്ലാം വെട്ടിൽ കൊണ്ട് കട്ട് ചെയ്യണം, ആക്സോയിൽ കട്ട് ചെയ്യണം. ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് പിന്നെ ചൂടാക്കി ഇതെല്ലാം വളക്കേണ്ടി വരും. ഡൈയൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ പഠിച്ചതാണ് ഇത് ഈ സമയം എത്തി. ഇപ്പോഴത്തെ കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ മിഷൻസും പുതിയ വന്നു. അപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല. ഇന്നിപ്പോൾ ഏത് സൈസ് ഷീറ്റുകളും ആകൃതിക്കനുസരിച്ച് വരുവാൻ തുടങ്ങി. എന്നാലും രാജനും വേണുവിനും വിശ്രമമില്ലാത്ത നാളുകളാണ് എല്ലായ്പ്പോഴും. ട്രോളിംഗ് കഴിഞ്ഞ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനിറങ്ങുമ്പോഴേക്കും ജോലി തീർത്ത് ഉടമകൾക്ക് നൽകണം. എഞ്ചിൻ പണിയും മരത്തിൻ്റെ പണിയും ഒഴിച്ച് ബാക്കി വെൽഡിംഗ് ജോലിയും മറ്റ് ഇരുമ്പ് പണികളും ചെയ്യുന്നത് ഇവരാണ്. പണ്ടുകാലങ്ങളിൽ ഒട്ടേറെ പേർ ഈ രംഗത്ത് വന്നിരുന്നുവെങ്കിലും പുതിയ തലമുറ വരുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ യുഗമല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ കൂട്ടിയിട്ട് വേണ്ടി വരുന്ന അവസ്ഥയില്ല. ഇവരിലേക്ക് പലരും വരുന്നില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞാൽ ബോട്ടിൻ്റെ വർക്ക് ഇപ്പോൾ വലിയ ബോട്ടാണ്. പണ്ടത്തെ ഇപ്പോഴത്തെ ചെറിയ ബോട്ടല്ല, വലിയ ബോട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനിപ്പം മെക്കാനിക്കലിപ്പം ബേപ്പൂരിൽ എറണാകുളത്തിൽ വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ബോട്ടിൻ്റെ ഏകദേശം അതിൻ്റെ പാഴ്സൽ അയച്ചു തന്നാൽ നമ്മൾ വീണ്ടും പോലെ അതിന് വേണ്ടുന്നത് ചെയ്ത് കൊടുക്കും. പിന്നെ ചെറിയൊരു വർക്ക്, ഗിയർ വർക്ക്, മറ്റു വർക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നും എഞ്ചിൻ പണികൾക്കായി വരുന്നവർക്ക് കൈത്താങ്ങായി ഇവർ എപ്പോഴും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.